ഒരാളൊരു ഇന്റർവ്യൂ കൊടുത്തു. അതിൽ പല നടന്മാരെ കുറിച്ച് പറയുന്നു. അതിൽ എന്നെ കുറിച്ച് പറഞ്ഞത് മാത്രം ഇതായിട്ട് വരിക, ന്യൂസ് ആയിട്ട് വരിക. എന്താ സംഭവം? ഫ്ലാഷ് ബാക്ക്. ഇക്കഴിഞ്ഞ ആഴ്ച 2 പടങ്ങൾ വന്നു. ഒന്ന് ഐ നോബഡി, പൃഥ്വിരാജ് നായകനായ സിനിമ. മറ്റൊന്ന് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ജോജു ജോർജിന്റെ അദ്ദേഹം നായകനായ വരവ്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ്. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. ആദ്യ ദിവസം ഇനിഷ്യൽ കളക്ഷൻ പോലും നേടാനാകാത്ത സിനിമയായി ഐ നോബഡി. സ്വാഭാവികം. വരവിലെ നായകൻ ജോജു ജോർജ് ആണല്ലോ. അഭിനയത്തേക്കാൾ എല്ലാത്തിലും തലയിട്ട് തലവേദന ഉണ്ടാക്കുന്ന കലാകാരനാണ് അത്രേ ഇപ്പോ ജോജു ജോർജ്. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, വരവിന്റെ സെറ്റിൽ മാത്രം 15-16 സെൽഫോണുകൾ എറിഞ്ഞു പൊട്ടിച്ചു എന്നാണ് ദൃക്സാക്ഷിയായ ഒരാൾ എന്നോട് പറഞ്ഞത്. ഈശ്വരായി സാൻ എന്തൊക്കെയാ പറയണേ? ഇതൊന്നും വിശ്വസിക്കല്ലേ. മാത്രമല്ല, ഇതൊന്നും ഇപ്പൊ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. വി വിൽ ഡിസ്കസ് ലേറ്റർ. 15-16 ഫോൺ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ, ഫോണിൽ വിളിക്കുന്നവനോട് ദേഷ്യം വന്നാലും സെറ്റിൽ ദേഷ്യം വന്നാലും ശരി, ഫോണിനെയാണ് ആദ്യം പുള്ളി. അതാകുമ്പോൾ വായില്ലല്ലോ, തിരിച്ച് ചീത്ത വിളിക്കാനോ അടിക്കാനോ ഒന്നും സെൽഫോണിന് കഴിയില്ലല്ലോ. ആര് പറഞ്ഞു? ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. അപ്പോൾ 1 ലക്ഷമോ 50,000 രൂപയോ 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയൊക്കെ വിലയുള്ള, മിക്കവാറും സിനിമാക്കാരനായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഫ്രീ കൊടുത്ത ഒരു 100 ഫോൺ വീട്ടിൽ കാണും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റിൽ 16 ഫോണൊക്കെ അടിച്ച് പൊട്ടിക്കാൻ പറ്റും. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അങ്ങനെ അയാൾ എറിഞ്ഞു പൊട്ടിച്ചു എന്ന് പറയുന്നു. 5 കോടി പ്രതിഫലമാണത്ര ഇപ്പോൾ ജോജു ജോർജ് ചോദിക്കുന്നത്. നമ്മൾ ആലോചിച്ചു, ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും വളർന്ന് സംവിധായകനും നടനും നായകനും നിർമ്മാതാവും ഒക്കെ ആയ ജോജു വന്ന വഴികൾ മറക്കുന്നതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണ്. 5 കോടി രൂപയാണ് പ്രതിഫലം ചോദിക്കുന്നത്. പിന്നെ ആവശ്യത്തിലധികം തലവേദനയും തരും. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. അതാ പറയുന്നത്, ഞങ്ങളുടെ വിഷമങ്ങൾ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നില്ല. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെക്കുറിച്ചാ? ഒരാളൊരു ഇന്റർവ്യൂ കൊടുത്തു. അതിൽ പല നടന്മാരെ കുറിച്ച് പറയുന്നു. അതിൽ എന്നെ കുറിച്ച് പറഞ്ഞത് മാത്രം ഇതായിട്ട് വരിക, ന്യൂസ് ആയിട്ട് വരിക, എനിക്കിതിരി ദണ്ണുണ്ട്, പോസ്റ്റ് ആയിട്ട് വരിക. അതായത് വലിയ ലക്ഷത്തിലെഴുതാ 16 ഫോൺ തല്ലി പൊളിച്ചോളൂ. ഞാൻ ആരാടാ 16 ഫോണൊക്കെ തല്ലി പൊളിക്കുക? ഏത് തന്ത്രയില്ലാത്തതാണ് പറഞ്ഞത്? അവൻ 16 ഫോൺ തല്ലി പൊളിക്കാൻ 16 ദിവസം വേണ്ടേ? ഇതിന് ഡാറ്റ മാറ്റണമെങ്കിൽ തന്നെ വേണ്ടേ? ഇതാകെ 10-40 ഷൂട്ടുള്ളൂ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഒരു മര്യാദ വേണ്ടേ പറയുന്നതിനൊക്കെ? ഒരു മര്യാദ വേണ്ടേ? അല്ല, അങ്ങനെ ചെയ്യുമ്പോ എന്ന് വെച്ചാൽ എനിക്ക് വരുന്ന എന്റെ പ്രൊഡ്യൂസേഴ്സിനെ മുടക്കുക, എന്റെ സിനിമകളോട് കാണിക്കുന്ന ഒരു ഇത് എന്നെ ബാധിക്കുന്നതല്ലേ? ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോ എന്ന് പറഞ്ഞാല് നമ്മളെ ബാധിക്കുകയാണ്. നമ്മളെ വിശ്വസിച്ച് ചെയ്യാൻ പടം വരുന്നവർക്ക് ഇയാളൊരു എന്നെ വ്യക്തിഹത്യ ചെയ്യുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അതെവിടുത്തെ ന്യായ? അവസാനം എന്താക്കി? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് വെറുതെ അങ്ങനെ തിന്നിടോ.